സിറിയയിൽ ബഷാർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച വിമതർ. സൈന്യം തലസ്ഥാനമായ ദമാസ്കസ് ഉപേക്ഷിച്ചു. പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടു. ഭരണ കൈമാറ്റത്തിന് പ്രധാനമന്ത്രി ഗാസി അൽ ജലാലി സന്നദ്ധത അറിയിച്ചു. ലെബനൻ അതിർത്തിയിലൂടെ രാജ്യത്തേക്ക് ജനങ്ങൾ തിരിച്ചെത്തുകയാണ്. തന്ത്രപ്രധാന മേഖലകളായ അലപ്പോ, ഹമ, ഹോംസ് നഗരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ദ്രുതഗതിയിൽ മുന്നേറിയ സുന്നി ഇസ്ലാമിക് വിമതർ ശനിയാഴ്ചയോടെ തലസ്ഥാനമായ ഡമാസ്കസ് വളഞ്ഞു. സൈന്യത്തിന്റെ പിന്മാറ്റം സൂചിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ റിപ്പോർട്ടുകൾ തള്ളിയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ സിറിയൻ ഭരണകൂടം അടിയറവ് പറയുകയായിരുന്നു. പിന്നാലെ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കാതെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അസദ് സഞ്ചരിച്ചിരുന്ന വിമാനം വിമതർ വെടിവെച്ചിട്ടതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളും അവകാശവാദങ്ങളും പുറത്തുവരുന്നുണ്ട്. വിമതർ ഭരണ അട്ടിമറി പ്രഖ്യാപിച്ചതോടെ ഏതു വിധത്തിലുമുള്ള അധികാര കൈമാറ്റത്തിനും സർക്കാർ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി പറഞ്ഞു. നവംബറിൽ ലെബനൻ വെടിനിർത്തലിന് തൊട്ടടുത്ത ദിവസം വിമതരുടെ ശക്തി കേന്ദ്രമായ ഇഡ്ലിബിൽ നിന്ന് ആരംഭിച്ച വിമത മുന്നേറ്റം 24 വർഷത്തെ ബഷാർ അൽ അസദ് യുഗം അവസാനിപ്പിക്കുകയാണ്. ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഷിയ സർക്കാരിനെതിരായ വിമത നീക്കത്തിൽ സുന്നി ഇസ്ലാമിക് സംഘടനയായ തഹ്രീർ അൽ ഷാമായിരുന്നു മുന്നണിയിൽ. 2011 മുതൽ 2016 വരെ നീണ്ട മുൻ അസദ് വിരുദ്ധ വിമത നീക്കത്തെ തുരത്തി ഓടിച്ച ശേഷമുണ്ടാകുന്ന അട്ടിമറിയാണ് ഇപ്പോൾ വിജയം കണ്ടത്. റഷ്യ, ഇറാൻ, ലെബനൻ, ഹെസ്ബുള്ള എന്നിങ്ങനെ അസദ് സഖ്യകക്ഷികൾക്ക് സിറിയയിലെ അടിത്തറ നഷ്ടപ്പെടുകയാണ് ഇതോടെ. ഇസ്രയേലിനെ നേരിടുന്നതിനു വേണ്ടി സിറിയയിൽ നിന്ന് സൈനിക സായുധ പിന്തുണ പിൻവലിക്കേണ്ടി വന്നു ഹെസ്ബുള്ള, ഇറാൻ കക്ഷികൾക്ക്. മറുവശത്ത് യുക്രൈൻ യുദ്ധം റഷ്യയുടെയും മുൻഗണന മാറ്റിയതിനിടെയാണ് വിമതർ മിന്നൽ പോരാട്ടം അഴിച്ചുവിടുന്നത്. അസദ് ഭരണകൂടത്തിന്റെ പതനത്തോടെ ഇറാന്റെ പശ്ചിമേഷ്യൻ അടിത്തറ ദുർബലപ്പെടുമ്പോൾ റഷ്യയ്ക്ക് നഷ്ടപ്പെടുന്നത് യൂറോപ്പിന് പുറത്തെ ഏറ്റവും വലിയ സഖ്യകക്ഷിയെയാണ്. പശ്ചിമേഷ്യയ്ക്ക് അകത്തും പുറത്തുമായി ബഷാർ അൽ അസദിന് നിരവധി ശത്രുക്കളുണ്ടെങ്കിലും നിലവിലെ ഭരണ അട്ടിമറി ഇറാന് വലിയ തിരിച്ചടിയാണ്. അതേസമയം സിറിയയിലെ ഇറാന്റെ സ്വാധീനം കുറയുന്നതിനെ പാശ്ചാത്യ സുന്നി അറബ് രാജ്യങ്ങളും ഇസ്രയേലും ആശ്വാസമായി കാണുമെങ്കിലും ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്വം സ്ഥാപിക്കപ്പെടുന്നതിനെ അനുകൂലിച്ചേക്കില്ല. അറബ് ലീഗിലേക്ക് സിറിയയെ തിരിച്ചു കൊണ്ടുവന്നതടക്കം അനുരഞ്ജനങ്ങൾ അസദുമായി ഉണ്ടായ സാഹചര്യത്തിൽ കൂടി ഈ സംഘർഷത്തിൽ ഭരണകൂടത്തിനൊപ്പമായിരുന്നു സൗദിയും UAEയും. ഇറാനിൽ നിന്ന് ലെബനനിലേക്കുള്ള ഇടനാഴി അടയുകയാണെങ്കിലും ഇസ്രയേലും മുൻകരുതലിലാണ്. ഇറാനും ഹെസ്ബുള്ളയും കൂടുതൽ ദുർബലമാകുന്നത് ആശ്വാസമാണെങ്കിലും മുൻ അബു മുഹമ്മദ് അൽ ജോലാനി നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിസ്റ്റ് മുന്നേറ്റം ഇസ്രയേലിന്റെ ശത്രുപക്ഷത്ത് തന്നെയാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. എനിക്കൊപ്പം അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. സെബാൻ, വെറും 8 ദിവസം കൊണ്ട് അല്ലേ, നവംബർ 30-നാണ് ആദ്യ മുന്നേറ്റം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരു ഇസ്ലാമിസ്റ്റ് വിമത സംഘടനയ്ക്ക് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് ഭരണത്തിലേറി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അട്ടിമറിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതും 24 കൊല്ലത്തെ ഒരു ഭരണം അവസാനിപ്പിക്കാൻ എങ്ങനെയാണ് വെറും 8 ദിവസം കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കൗതുകം. എൻ്റെ ഉള്ളിലുള്ള ഒരു ചോദ്യം അതാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് നമുക്കറിയാം, നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ 24 കൊല്ലം ബഷാർ അൽ അസാദിൻ്റെ ഭരണകൂടം, അതിനു മുമ്പ് 26 കൊല്ലം ബഷാർ അൽ അസദിൻ്റെ പിതാവ്. അപ്പോൾ അങ്ങനെ മൊത്തം 50 കൊല്ലത്തെ ഒരു കുടുംബ ഭരണത്തെയാണ് ഒരാഴ്ച സമയം കൊണ്ട് ഒരു സംഘടന അട്ടിമറിക്കുന്നു, അധികാരം പിടിച്ചെടുക്കുന്നു, പ്രസിഡന്റ് രാജ്യം വിടുന്നു. ഇത് എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഒരു വലിയ ചരിത്രത്തിലേക്ക് പോവേണ്ടി വരും. എങ്കിലും ഇപ്പോൾ സംഭവിച്ചതിൻ്റെ പ്രധാനപ്പെട്ടൊരു വളരെ റീസെൻ്റായി സംഭവിച്ചൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇസ്രായേൽ ഇപ്പോൾ 2023 ഒക്ടോബർ 7 അവർ ഹമാസ് ഇസ്രായേലിൽ കടന്ന് ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുകയും 1500-ലധികം ആളുകളെ കൊലപ്പെടുത്തുകയും നിരവധി ആളുകളെ ബന്ദിയാക്കുകയും ചെയ്യുന്നതിന് തുടർന്നുണ്ടായിട്ടുള്ള യുദ്ധം. അതേ തുടർന്ന് ലെബനനിലേക്ക് മാറിയ യുദ്ധം. ഈ ലെബനനിൽ ഹെസ്ബുള്ള എന്ന് പറയുന്ന
ഒരു ഷിയ മിലിറ്റൻ്റ് ഔട്ട്ഫിറ്റുമായി നടന്ന യുദ്ധത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാവും. ആ ഉടമ്പടി ഉണ്ടാവുന്നത് നവംബർ 27-നാണ്. 30-ാം തീയതിയാണ് നമ്മൾ പെട്ടെന്ന് അറിയുന്നു ഹയാത്ത് അൽ തഹരീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടന ഒരു മുന്നേറ്റം അലപ്പോ നഗരത്തിലേക്ക് നടത്തുന്നു. അലപ്പോ നഗരം ഏതാണ്ട് പിടിച്ചെടുക്കുന്നു. ആ 30-ാം തീയതിക്ക് ശേഷം ഇന്നിപ്പോൾ ഡിസംബർ 7-ാം തീയതി ആകുമ്പോഴേക്കും 8-ാം തീയതി നമ്മൾ കാണുന്നത് എന്താണ്? അവർ ഡമാസ്കസ് പിടിച്ചെടുക്കുന്നു. പ്രസിഡന്റ് രാജ്യം വിടുന്നു. പൂർണ്ണമായും ആ HTS എന്ന് പറയുന്ന സംഘടനയുടെ കയ്യിലേക്ക്. ഈ ഹയത്തിന്റെ മുന്നിൽ ഹയത്ത് തഹരീർ അൽ ഷാം അവരുടെ ഭാഗത്ത് നിന്ന് മുമ്പ് ഇങ്ങനത്തെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സിറിയയിൽ? അതായത് ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ? തീർച്ചയായിട്ടും. നേരത്തെ 2011-ലാണ് ആദ്യമായി സിറിയയിൽ മറ്റ് അറബ് രാജ്യങ്ങളിലേതുപോലെ ഒരു അതിന്റെ നേതൃത്വം ഇവർക്ക് തന്നെയായിരുന്നു അന്ന് സിറിയയിൽ അന്നുണ്ടായിരുന്ന ജനാധിപത്യ വിപ്ലവ നീക്കങ്ങൾക്ക് ചുവട് പിടിച്ച് മറ്റ് ജിഹാദിസ്റ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനകളൊക്കെ തന്നെയും സിറിയയുടെ ഭരണം പിടിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ HTS എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് അൽ ഖൈദയുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു സംഘടന എന്ന നിലയ്ക്കാണ്. ഐസിസിൻ്റെ സ്ഥാപകനായ അബൂബക്കർ അൽ ബാഗ്ദാദി നേരിട്ട് അത് സ്ഥാപിച്ച ഒരു സംഘടന എന്ന നിലയ്ക്കാണ് HTS ആരംഭിക്കുന്നത്. പക്ഷേ ഇന്നത് HTSനെ നമുക്ക് ഒരിക്കലും ഐസിസിൻ്റെ ഒരു ഐഡിയോളജി ആയിട്ടോ ഞാനത് പറയുന്നത് അതിൻ്റെ നേതാവായിട്ടുള്ള ഇപ്പം അബു മുഹമ്മദ് ജുലാനിയുടെ CNN ഇൻ്റർവ്യൂ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഒരു ഭരണ അട്ടിമറിയിൽ എങ്ങനെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്നത് മുഴുവൻ പരിശോധിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വ്യത്യാസം. അത് ഒരു സുന്നി ജിഹാദിസ്റ്റ് സംഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ പോലും അത് ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ അയാളുടെ പ്രൊഫൈലിനെ കുറിച്ച് വായിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് അയാൾ അൽ ഖൈദയുമായി അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഐസിസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. ഐസിസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും കൂടുതൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള ഒരു ക്യാരക്ടറാണ് ജുലാനി. അപ്പോൾ HTS ഒരു ഭീകര സംഘടനയായിട്ടല്ല ലോകത്തിന് മുന്നിലുള്ള. അങ്ങനെയാണ്. UN ആയാലും മറ്റ് അമേരിക്ക ആയാലും മറ്റ് കക്ഷികളായാലും ഒക്കെ തന്നെയും ഇതിനെ ഒരു ഭീകര സംഘടനയായി തന്നെയാണ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകളൊക്കെ തന്നെയും ഇതിനെ വീക്ഷിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം, ഇതിനെ ഭീകര സംഘടനയായി വിലയിരുത്തുമ്പോൾ തന്നെയും ഈ ഗോലാനി എന്ന് പറയുന്ന അയാളുടെ ഒരു പേരാണ് ഈ ഗോലാനി എന്ന് പറയുന്നത്. അബു മുഹമ്മദ് അൽ ഗോലാനി, അബു മുഹമ്മദ് ജുലാനി എന്നും ഗോലാനി എന്നും വിളിക്കുന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പേരായിട്ടാണ് നോം ദ ഗർ എന്നാണ് അതിൻ്റെ പ്രയോഗം. അപ്പോൾ ആ നോം ദ ഗർ ഉപയോഗിക്കുന്ന ഇയാൾ ആദ്യം നേരത്തെ മുമ്പ് തന്നെ ഇപ്പം സിറിയയുടെ ഗോലാൻ പ്രവിശ്യ അത് ഇസ്രായേലിൻ്റെ അതിർത്തിയാണ്. ആ അതിർത്തി മേഖലയിൽ നിന്ന് വരുന്നുള്ള ഒരാളാണ്, കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്ന നിലക്കുള്ള ഒരു ഇതാണ് തരുന്നത്. ആദ്യത്തെ അതായത് അലപ്പോ പിടിച്ചതിന് ശേഷം 4ാമത്തെ പ്രധാന നഗരമായ ഹംസ് നഗരം പിടിക്കുന്നതിന് ശേഷമാണ് പുള്ളി ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയ ശേഷം കൊടുത്ത അഭിമുഖത്തിൽ അയാൾ സംസാരിക്കുന്നത് ഒരാളോടും പ്രതികാരം ചെയ്യരുത് എന്നാണ്. ഈ അസാദ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഇതിൻ്റെ ഏകാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ആരോടും പ്രതികാരം ചെയ്യരുത്, നമുക്ക് വേണ്ടത് ഒരു ഭരണമാറ്റമാണ്, 24 വർഷത്തെ സ്വേച്ഛാധിപത്യത്തിനുള്ള മാറ്റമാണ് എന്ന മട്ടിലാണ് ആൾ സംസാരിക്കുന്നത്. അപ്പോൾ രക്തം ചിന്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എന്തായാലും അസദ് രാജ്യം വിട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അസദ് രാജ്യം, ആ ക്വസ്റ്റ്യനുണ്ട്. അസദ് രാജ്യം വിടുന്ന സമയത്ത് അയാളോട് ചോദിക്കുന്നത് ഈ ഗവൺമെൻറ് അനുകൂലികളായ, നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്, ഗവൺമെൻറ് അനുകൂലികളായ ആളുകളെ കൊല്ലുമെന്ന ഭയത്താൽ ഒരു വിമാനം അവിടെ കാബൂളിൽ നിർത്തിയിട്ടിരിക്കുന്നു. ആ വിമാനത്തിൽ കയറാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നു, അതിൻ്റെ ചിറകിൽ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായൊരു അത് മുന്നിൽ കണ്ടിട്ടാണോ എന്നറിയില്ല, അത്തരത്തിൽ ആളുകൾ, അതായത് എതിർപക്ഷത്ത് നിന്നിരുന്ന ഗവൺമെൻറ് പക്ഷത്ത് നിന്ന ആളുകളോട് പോലും പ്രതികാരം ചെയ്യരുത് എന്ന പ്രസ്താവനയാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരെയൊന്നും ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന നിർദ്ദേശം ജുലാനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അത് ഈ അസദ് ഭരണകൂടത്തിൻ്റെ ആളുകളോടാണെങ്കിലും ആ കക്ഷിയോടാണെങ്കിലും ബാത്ത് ഭരണകൂടത്തിൻ്റെ ആളുകളോടാണെങ്കിലും ആ ഒരു സമാധാന സമീപനം തന്നെ തുടരുമെന്നാണ് ജുലാനി ഏതായാലും പറഞ്ഞിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് പറഞ്ഞത്. അത് എത്രത്തോളം നടപ്പാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അത് ഈ കോൺഫ്ലിക്റ്റ്, അതായത് ഇപ്പം നിലവിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രം എങ്ങനെയാണ് എത്രത്തോളം രക്തരൂഷിതമായത് എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതായത് അസദ് ഗവൺമെൻറ്, നേരത്തെ പറഞ്ഞ അറബ് വസന്തത്തിൻ്റെ ഭാഗമായി അസദ് ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായ ജനാധിപത്യ വിപ്ലവ ഇതിനെല്ലാം തന്നെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജിഹാദിസ്റ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ വരവോടുകൂടി അതിൻ്റെ ഒരു സ്വഭാവം മാറിപ്പോവുകയോ അതിൻ്റെ ഉദ്ദേശം മാറിപ്പോവുകയോ മറ്റൊരു വിധിയാവുകയോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും സിറിയയുടെ സഖ്യകക്ഷി എന്ന നിലയ്ക്ക് കാണേണ്ടത് അസദിൻ്റേത് ഒരു ഷിയ ഭരണകൂടമാണ്. ഇറാൻ എന്ന് പറയുന്ന വലിയൊരു ഷിയ രാജ്യം, വലിയ തരത്തിലുള്ള സൈനിക താല്പര്യങ്ങളുള്ള ഒരു നമുക്ക് പറയാം സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ട്. ആ മേഖലയിൽ സാമ്രാജ്യ താല്പര്യങ്ങളുള്ള ഒരു രാജ്യമെന്ന് ഇറാൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുന്നു. ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘടന ഒപ്പം തന്നെ ഇറാനെ സഹായിക്കുന്ന ഒരു സംഘടനയായി ലെബനനിൽ നിൽക്കുന്നു. അങ്ങനെ ചുറ്റോട് ചുറ്റും നിരവധിയായിട്ടുള്ള സായുധ സംഘടനകളുടെ ഒരു സൈനിക സഖ്യം തന്നെ നമുക്കിപ്പം നേറ്റോ എന്ന് പറയുന്നൊരു സൈനിക സഖ്യം നമുക്കറിയാം. അതൊരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔദ്യോഗിക സഖ്യമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഈ സഖ്യത്തെ സംബന്ധിച്ചെന്താ, അതിന് ഔദ്യോഗികമായൊരു രൂപമില്ല. അത് ഇറാൻ പിന്നിൽ നിന്നുകൊണ്ട് അവരുടെ മുന്നിൽ നിർത്തുന്ന ചില സംഘടനകൾ, അങ്ങനെ ആക്സിസ് ഓഫ് നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കും. ആ നെറ്റ്വർക്കിൽ പെടുന്ന ഹെസ്ബുള്ള എന്ന് പറയുന്ന സംഘടന, ഹൂത്തികൾ, അതിൽ ഔദ്യോഗികമായി ഉള്ള രാജ്യമാണ് സിറിയ. ആ ഒരു രാജ്യത്താണ് ഇപ്പോൾ ഒരു സുന്നി ഇതുള്ള ഒരു 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 സംഘടന പെട്ടെന്ന് ഈ 7 ദിവസം കൊണ്ട് ഭരണം പിടിക്കും. തിരിച്ചെത്താം സെബാൻ. ഇപ്പോൾ ബനീഷ ബാബു കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ബനീഷ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ സിറിയയിലെ വിപ്ലവത്തെ, ഈ ഇസ്ലാമിസ്റ്റ് വിമതർ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിനെ ഏത് തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ് ഏറ്റവും ഒടുവിൽ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനാധിപത്യമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഇതിനകം തന്നെ അവിടുത്തെ സിറിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത നേതാവിനെ ജനങ്ങൾ തീരുമാനിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിമത നേതാവുമായി സംസാരിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ 50 വർഷക്കാലത്തെ അസദിന്റെ അല്ലെങ്കിൽ അസദ് കുടുംബവാഴ്ചയുടെ ഒരു അന്ത്യമായാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വേച്ഛാധിപതിയായി നിന്ന ഈ 50 വർഷത്തെ കാലയളവിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തെ അത്തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അറബ് വസന്തത്തെ തുടർന്ന് ആ ഒരു കാലയളവിൽ ആരംഭിച്ച സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഒടുവിൽ 2016ഓടെയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം 2020 തുടർന്ന്, അതായത് 2016 ശേഷം ചെറിയ അലയൊലികൾ സിറിയയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തുടർന്ന് 2020 തന്നെ സിറിയയിലെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. 2020 ശേഷം ഈ സിറിയ കുറച്ചുകൂടി സമാധാനപരമായുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ, അതായത് സിറിയയുടെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും ഹെസ്ബുള്ളയും ഇവരെല്ലാവരും തന്നെ ഏകദേശം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സിറിയയിൽ ഒരു വിമത മുന്നേറ്റം സാധ്യമാക്കിയത്. ശരി ബനീഷ, ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PJ വിൻസെന്റ്, ഹയത്ത് തഹ്രീർ അൽ ഷാം എന്ന സംഘടനയ്ക്ക് എങ്ങനെ 8 ദിവസം കൊണ്ട് അസദ് സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്, നിരീക്ഷിക്കുന്നത്? 1980-കൾക്ക് ശേഷമുള്ള ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ, വിശിഷ്യ ഈ ജിഹാദി ടെററിസ്റ്റുകളുടെ മുന്നേറ്റത്തിലെല്ലാം ഇത്തരത്തിലൊരു മിന്നൽ പിണർ വേഗം നമുക്ക് കാണാവുന്നതാണ്. അത് താലിബാൻ 1996 അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതും 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് ഉത്തര സിറിയയും ഉത്തര ഇറാഖിന്റെയും വലിയ പ്രദേശങ്ങൾ, മഹാനഗരങ്ങളായിട്ടുള്ള മൊസൂളും റാഖയും അടക്കം പിടിച്ചെടുത്തതും ഒക്കെ സമാനമായ ഒരു നീക്കത്തിലൂടെയായിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഹയാത്ത് അഹ്റാർ അൽ ഷാം HTS എന്ന് പറഞ്ഞ ടെററിസ്റ്റ് മൂവ്മെന്റ് വളരെ പെട്ടെന്നാണ് ഒരു മിന്നൽ പിണർ മുന്നേറ്റം നടത്തി സിറിയയിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ അലപ്പോ പിടിച്ചെടുത്തു. അതിനുശേഷം ഹോംസും അടക്കമുള്ള പ്രദേശങ്ങൾ കീഴടക്കി ഇപ്പോൾ ഡമാസ്കസ് അവരുടെ കൈകളിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് ടെററിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ്, താലിബാൻ, ഇപ്പോൾ HTSന്റെയും ഈ വേഗതയാർന്ന ഒരു മുന്നേറ്റം അവരുടെ സൈനിക നീക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, മറ്റു രാജ്യങ്ങളുടെ പിന്തുണയാണ് ഇവരെ ഇത്തരത്തിൽ മിന്നൽ പിണർ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഈ സംഘടന സിറിയയുടെ തുർക്കി അതിർത്തി മേഖലയിൽ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്ന അൽ നുസ്ര ഫ്രണ്ടാണ് പിന്നീട് HTS എന്ന സംഘടനയായിട്ട് മാറുന്നത്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത് തന്നെ തുർക്കിയുടെ ഒരു പ്രോക്സി എന്ന നിലയിലാണ്. സിറിയ ഭരിക്കുന്ന ബാഷർ അൽ അസദ് 24 വർഷമായി അദ്ദേഹം അധികാരത്തിലിരിക്കുകയാണ്. അലവൈറ്റ് ഷിയ സെക്ടാണ് അദ്ദേഹത്തിന്റെ പിന്തുണക്കാർ. മറ്റ് ഷിയാക്കളും ചേർന്ന് 25% വരുന്ന ഷിയ റഷീം ആണ് ബാഷർ അൽ അസാദിന്റെ സർക്കാർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ബാക്കി ഒരു 75% വരുന്നവർ സുന്നി മുസ്ലിമുകളാണ്. അവർക്ക് ഈ ഭരണകൂടത്തിലോ സൈന്യത്തിലോ കാര്യമായ പ്രാതിനിധ്യം ഇല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം. ബാഷർ അൽ അസദും അദ്ദേഹത്തിന്റെ അച്ഛൻ ഹഫീസും ലക്ഷണമൊത്ത ഏകാധിപത്യ ക്രമമാണ് സിറിയയിൽ നടപ്പാക്കിയത്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ അസദ് ഫാമിലിയുടെ നിയന്ത്രണത്തിലാണ് ആ രാജ്യം. അപ്പോഴാണ് 2011 അറബ് വസന്തത്തിന്റെ മറപിടിച്ച് അവിടെ ജനാധിപത്യ പ്രക്ഷോഭം വളർന്നു വരുന്നത്. ഈ ജനാധിപത്യ പ്രക്ഷോഭത്തെ സൈന്യത്തെ ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചമർത്തുന്ന സമീപനമാണ് ബാഷർ അൽ അസദ് സ്വീകരിച്ചത്. ഇതിന്റെ ഫലമായിട്ട് ജനകീയ പ്രക്ഷോഭം തകരുകയും തൽസ്ഥാനത്ത് നൂറുകണക്കിന് ചെറിയ സായുധ സംഘങ്ങൾ വിമതർ എന്ന നിലയ്ക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിക്കുകയും അവർ അസദ് റഷീമിനെതിരെ നിരന്തരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 2014 ഉത്തര സിറിയയുടെ മഹാഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് റാഖ തലസ്ഥാനമാക്കിയിട്ട് ഒരു വലിയ ഇസ്ലാമിക് കാലിഫേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നത്. 2018 അവരെ തകർന്നടിഞ്ഞു. എന്നാൽ തുർക്കിയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇദ്ലിബ് കേന്ദ്രമാക്കി ഈ ജലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവർ അധികാരത്തിലിരുന്നു. അവരുടെ ഒരു എമിറേറ്റ് എന്ന നിലയിലാണ് ആ പ്രദേശം അവരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് തുർക്കിയുടെ പിന്തുണയുണ്ടായിരുന്നു. 2016 ഈ അലപ്പോ നഗരം സിറിയൻ സൈന്യം തിരിച്ചു പിടിച്ച സമയത്ത് ഇദ്ലിസ് മേഖലയിലേക്ക്, അൽ ജലാനിയുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിസ് മേഖലയിലേക്കാണ് മറ്റ് പോരാളികൾ, പ്രത്യേകിച്ച് ഈ സലഫി സുന്നി അതുപോലെ അൽഖ്വയ്ദയിലെ പോരാളികൾ, ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നവർ, ഇങ്ങനെ ഒരു വലിയ സംഘം ഈ സുന്നി ജിഹാദിസ്റ്റുകളുടെ കേന്ദ്രമായും അഭയസ്ഥാനമായിട്ടും ഇദ്ലിസ് മാറി. 2016 അലപ്പോ കീഴടക്കിയതിനു ശേഷം ഇദ്ലിസ് പിടിച്ചെടുക്കണമെന്ന ആഗ്രഹം ബാഷർ അൽ അസദിന് ഉണ്ടായിരുന്നത് തന്ത്രപരമായി ശരിയുമായിരുന്നു. പക്ഷേ ഈ തുർക്കിയുടെ അതിർത്തിയിലേക്ക് യുദ്ധം എത്തും എന്ന സാഹചര്യത്തിൽ റഷ്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ലിസ് ആക്രമിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഇദ്ലിസ് കേന്ദ്രമാക്കി ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ ഗോലാനിയുടെ ഒരു ഇൻ്റർവ്യൂ CNN പുറത്തുവിട്ടിരുന്നു. അതിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ 2011 ശേഷം അല്ലെങ്കിൽ ഐസിസിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ സമയത്ത് കണ്ടതുപോലെ അല്ല ഒരു സുന്നി ജിഹാദിസ്റ്റ് സംഘടന എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എങ്കിലും ഈ ഗോലാനി അബു മുഹമ്മദ് ഗോലാനിയുടെ ഇൻ്റർവ്യൂവിൽ അയാൾ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ അയാൾ സമീപിക്കുന്നത്. നേരത്തെ ഒരു തവണ പറഞ്ഞതാണെങ്കിലും അത് സിറിയൻ ഗവൺമെൻറ്റിനോടോ സിറിയൻ ഗവൺമെൻറ്റിന് അനുകൂലികളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ HTSനെതിരായിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള പ്രതികാരവും പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. ഈ ഒരു പുതിയ ഇപ്പോഴത്തെ ഈ സിറിയ പിടിച്ചിരിക്കുന്ന ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതാവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അല്ല, ഇതിൽ പ്രത്യേകിച്ച് ഒരു അതിശയകരമായിട്ടുള്ള ഒരു മാറ്റമൊന്നും ഇതിലില്ല. പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളി മായ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സലഫി ജിഹാദിസ്റ്റ് റവല്യൂഷനാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അത് ഒരു സുന്നി ടെററിസ്റ്റ് മൂവ്മെന്റ് ആണ്. അടിസ്ഥാനപരമായി അവർ സിറിയയിലെ ഷിയാക്കൾക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് സമാനമായ രൂപത്തിൽ മൊസൂളിലും അതുപോലെ ഉത്തര സിറിയയിലുമുള്ള ആയിരക്കണക്കിന് ഷിയ പള്ളികൾ തകർക്കുകയും ഷിയാക്കളെയും അതുപോലെ ഡ്രൂസുകൾ, മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, അതുപോലെ കുർദിഷ് ഗ്രൂപ്പുകൾ ഇവരെയൊക്കെ കൊന്നൊടുക്കുകയും ചെയ്തു. ഇതൊരു ഫാക്റ്റാണ്. നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് 2001 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ പുറത്താക്കപ്പെട്ടു. 2021 അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അവർ തിരിച്ചു വന്നു. അമേരിക്കയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി 20 വർഷത്തെ അമേരിക്കൻ ഒക്കുപ്പേഷൻ അവസാനിപ്പിച്ച് 2021 താലിബാൻ തിരിച്ചു വന്നു. അപ്പോൾ താലിബാൻ 2.0 ഇത് വളരെ വ്യത്യസ്തമായ താലിബാൻ ആണ് എന്നാണ് അന്ന് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ
അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് താലിബാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ 1996 2001 ഇടയിൽ താലിബാൻ നടപ്പാക്കിയതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നു, അവിടെയുള്ള ഹസാരകൾ, ഉസ്ബെക്കുകൾ, താജിക്കുകൾ അടക്കമുള്ള മറ്റു വംശവിഭാഗങ്ങളെ ഭരണത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങേയറ്റം കഠിനമായ പഷ്തൂൺ വാലി എന്ന ഗോത്ര നിയമം അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാറ്റം ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റും ഈ HTS തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സംഘങ്ങളും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായിട്ടുള്ള നിലപാടെടുത്തിരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ തന്നെ പറഞ്ഞത് പടിഞ്ഞാറ് വെസ്റ്റിനെതിരായിട്ടുള്ള ഒരു ലോഞ്ച് പാടായി ഞങ്ങൾ സിറിയയെ മാറ്റില്ല എന്ന് അബു മുഹമ്മദ് അൽ ജൊലാനി വളരെ കൃത്യമായി പറയുകയുണ്ടായി. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായി ഞങ്ങൾ ഫൈറ്റ് ചെയ്യില്ല എന്നാണ് അർത്ഥം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ 7 ദിവസം കൊണ്ടുണ്ടായിട്ടിരിക്കുന്ന മാറ്റം എന്താണ് അതിൻ്റെ സൂചന? ഇതിൻ്റെ മുന ഇറാനിലേക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇറാനിലൊരു ഭരണമാറ്റം അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഈ പാശ്ചാത്യ ശക്തികളുടെ വ്യക്തമായ പിന്തുണ HTS ഉണ്ട് എന്നാണോ നിരീക്ഷിക്കാനാവുക? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നോക്കൂ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡിസൈനർ ട്രംപ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഏഞ്ചല അവര് പറഞ്ഞത് ബാഷർ അൽ അസദിന്റെ റഷ്യൻ തകർന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, UN നിയമങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു ബദൽ ഭരണ സംവിധാനം ഉണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ വെസ്റ്റിന്റെ പിന്തുണ വളരെ കൃത്യമായിട്ട് ഈ മൂവ്മെന്റിലുണ്ട്. മാത്രവുമല്ല, ഈ സംഘം ടർക്കിയുടെ ഒരു പ്രോക്സിയാണ്. തുർക്കി എന്ന് പറയുന്ന രാജ്യം, അവിടെ ഒരു ഇസ്ലാമിസ്റ്റ് റഷ്യമൊക്കെയാണ് ഉള്ളത്. അവരിപ്പോഴും നാറ്റോ അംഗമായ രാജ്യമാണ്. അമേരിക്കയുടെയോ വെസ്റ്റേൺ ബ്ലോക്കിന്റെയോ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കെതിരായി ഒരു പ്രകടമായ ഒരു സമീപനം അവർക്ക് എടുക്കാൻ സാധിക്കില്ല. അവരിപ്പോഴും നാറ്റോയിൽ അംഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാറ്റോയിൽ അംഗമായ തുർക്കിയുടെ പ്രോക്സി എന്ന നിലയിലാണ് അൽ ജൊലാനിയുടെ HTSന്റെ വളർച്ചയും മുന്നേറ്റവും. അതുകൊണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഇറാന്റെയും റഷ്യയുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സിറിയ. അതായത് ഇറാന്റെ സർവാത്മന പിന്തുണയുള്ള റഷ്യയുടെ പിന്തുണയുള്ള ഒരു രാജ്യത്തെ തകർത്ത് ഒരു വെസ്റ്റേൺ പൊസിഷൻ എടുക്കുന്ന, അതല്ലെങ്കിൽ പടിഞ്ഞാറിനോട് വിരോധം കാണിക്കാത്ത, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്ന വിശാലമായ പാശ്ചാത്യ ബ്ലോക്കിന്റെ താല്പര്യമാണ് ഇവിടെ ലക്ഷ്യം കണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ PJ വിൻസെന്റ്. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും അത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും അല്ലെ? ഇറാന്റെയും ഒരു പരാജയം, ഇറാനിലും ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്ന് തോന്നുന്നു. സെബാൻ, തീർച്ചയായും അത് ഇറാനിലെ ഭരണമാറ്റം ഇപ്പം PJ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു പാശ്ചാത്യ ശക്തികളുടെ അനുഗ്രഹങ്ങൾ, ആശീസ്സുകളുള്ള ഒരു പുതിയ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന നിലയ്ക്കാണ് പറഞ്ഞതെങ്കിൽ പോലും ഞാനതിനെ മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയിൽ വലിയ തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. തീർച്ചയായും പശ്ചിമേഷ്യയിൽ മാത്രമായിരിക്കില്ല ആ മാറ്റങ്ങൾ പ്രതിഫലിക്കുക, ലോക രാഷ്ട്രീയ ക്രമത്തിലും ആ മാറ്റങ്ങൾ പ്രതിഫലിക്കും എന്ന് നമുക്ക് വിചാരിക്കാം.